ഹൗ ടു സ്റ്റഡി ക്ലാസ് 11 ഫിസിക്സ് വിത്തൗട്ട് സ്ട്രെസ്. ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ പബ്ലിക് എക്സാമിൽ നിങ്ങൾക്ക് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. പ്ലസ് വൺ ഫിസിക്സിന്റെ ഒരു ബേസ് എന്ന് പറഞ്ഞിരിക്കുന്നത് NCERT ടെക്സ്റ്റ് ബുക്ക് ആണ്. അപ്പൊ NCERT ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ നിർബന്ധമായിട്ടും വായിച്ചിരിക്കണം കേട്ടോ. അപ്പം ചിലപ്പോൾ ആദ്യമേ കാണുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ തോന്നുമായിരിക്കും. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യുക, വായിച്ചു നോക്കുക. ഇനിയിപ്പോ അത്രയ്ക്ക് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറിയ ഗൈഡുകളൊക്കെ കാണും. അപ്പൊ ആ ഗൈഡുകൾ നോക്കിയിട്ട് കോൺസെപ്റ്റ് മനസ്സിലാക്കുക. കോൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ വായിച്ചു നോക്കുക. അത് നിർബന്ധമുള്ള കാര്യമാണ് കേട്ടോ. ടെക്സ്റ്റ് ബുക്ക് വായിച്ചു നോക്കുക. അപ്പൊ ഓരോ കോൺസെപ്റ്റും പഠിച്ചു കഴിഞ്ഞതിന് ശേഷം അതുമായിട്ട് ബന്ധപ്പെട്ട ന്യൂമറിക്കൽസ് ഉണ്ട്. ന്യൂമറിക്കൽസ് ചെയ്യുക. ഇപ്പൊ NCERT ടെക്സ്റ്റ് ബുക്കിലൊക്കെ ആണെങ്കിലും എക്സാമ്പിൾ ടൈപ്പ് ക്വസ്റ്റ്യൻസുകളുണ്ട്. ആ എക്സാമ്പിൾ ടൈപ്പ് ക്വസ്റ്റ്യൻസുകളൊന്നും ഒരിക്കലും നിങ്ങൾ മിസ് ചെയ്യല്. കൃത്യമായിട്ടും എഴുതി തന്നെ പഠിച്ചിരിക്കണം. അപ്പൊ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾ സൊല്യൂഷനിലേക്ക് നോക്കാതെ തന്നെ ആദ്യം ഒന്ന് ചെയ്ത് നോക്കുക, ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുമ്പോൾ തന്നെ അതിലൂടെ തന്നെ നിങ്ങൾക്ക് പല കാര്യങ്ങളും മനസ്സിലാക്കാൻ സാധിക്കും. പല രീതിയിൽ ചെയ്യാൻ സാധിക്കുന്നതൊക്കെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. അങ്ങനെ ചെയ്തതിനു ശേഷം മാത്രമുള്ളൂ നിങ്ങൾ സൊല്യൂഷൻസിലേക്ക് നോക്കാവുള്ളൂ. അപ്പൊ നിർബന്ധമായിട്ട് എന്താണ്, ഓരോ കോൺസെപ്റ്റും പഠിച്ചതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, അവിടെ കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. എഴുതി തന്നെ പഠിക്കുക കേട്ടോ. വായിച്ചു നോക്കുക അല്ല വേണ്ടത്, എഴുതി തന്നെ പഠിക്കുക. പിന്നെ ഓരോ സെക്ഷനെയും ഫോർമുലാസ് ഒക്കെ കാണും അല്ലെ. ഈ ഫോർമുലാസ് ഒക്കെ നിങ്ങൾ നോട്ട്ബുക്കിൽ കൃത്യമായിട്ട് എഴുതി വച്ചിരിക്കണം. എഴുതി തന്നെ വച്ചിരിക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം അത് റിവൈസ് ചെയ്യുക. റിവൈസ് ചെയ്യുക എന്ന് പറയുമ്പോൾ അതും വെറുതെ വായിച്ചു നോക്കുക അല്ല വേണ്ടത്, എഴുതി തന്നെ പഠിച്ചിരിക്കണം. അത് നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. ന്യൂമറിക്കൽ ഉണ്ടാവും, ഡെറിവേഷൻസ് ഉണ്ടാവും, കോൺസെപ്റ്റ് ലോസും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അത് എന്ത് തന്നെ ആണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, എഴുതി തന്നെ പഠിച്ചിരിക്കണം. അപ്പൊ ഇനി എഴുതി പഠിച്ചാൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് അത് നിങ്ങളുടെ മെമ്മറിയിൽ നിൽക്കത്തുള്ളൂ. നിങ്ങൾക്ക് പല കാര്യങ്ങളും കണക്ട് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പൊ മെമ്മറൈസേഷൻ ഒരിക്കലും നിങ്ങൾ ഉപയോഗിക്കല്. കൃത്യമായിട്ട് കോൺസെപ്റ്റ് മനസ്സിലാക്കി എഴുതി തന്നെ പഠിക്കുക. അപ്പൊ ഈ ഒരു ഫോർമാറ്റ് നിങ്ങൾ ഫോളോ ചെയ്യുക. അതായത് ആദ്യമായിട്ട് കോൺസെപ്റ്റ് മനസ്സിലാക്കുക, then അതിന്റെ ഫോർമുലാസ് ഒക്കെ നോട്ട് ചെയ്ത് വെക്കുക, അതുമായിട്ട് ബന്ധപ്പെട്ട ന്യൂമറിക്കൽസ് ചെയ്യുക. പിന്നെ എന്താണ്, റിവൈസ് ചെയ്യുക. റിവിഷൻ നിർബന്ധമാണ്. റിവൈസ് ചെയ്താൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് അത് മെമ്മറിയിൽ സ്റ്റോർ ചെയ്ത് നിൽക്കത്തുള്ളൂ. ഈ രീതിയിൽ നിങ്ങൾ പഠിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് യാതൊരു സ്ട്രെസ്സും ഇല്ലാതെ പബ്ലിക് എക്സാമിൽ നിങ്ങൾക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും കേട്ടോ. അപ്പൊ ഇനി പഠിക്കുമ്പോൾ ഈ ഒരു മെത്തേഡ് അഡോപ്റ്റ് ചെയ്യുക, പറയുന്ന കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുക കേട്ടോ. അപ്പൊ ഇതുപോലെയുള്ള ടിപ്സുകൾക്ക് വേണ്ടി പേജ് നിങ്ങൾ ഫോളോ ചെയ്ത് വെച്ചേക്കുക. താങ്ക് യു.